ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് എന്ത് കിട്ടുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ നിന്ന്? ഈ ഒരു ചോദ്യം ഞാൻ ഡെയിലി കേൾക്കുന്നതാണ്. കാര്യം ഡെയിലി ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. അത്യാവശ്യം വീഡിയോസിനൊക്കെ വ്യൂസും വരാറുണ്ട്. ഈ ഒരു മാസത്തെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഏകദേശം 6,70,000 കൂടുതൽ വ്യൂസ് എനിക്ക് ഈ ഒരു കഴിഞ്ഞ 28-30 ദിവസങ്ങളിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. 2,500 സബ്സ്ക്രൈബേഴ്സ് ആ ഒരു പീരീഡിൽ വന്നിട്ടുണ്ട്. ഏകദേശം 6,000 കൂടുതൽ വാച്ച് അവേഴ്സും ഉണ്ട്. ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണക്ക് കാണിക്കാം. അപ്പൊ തരക്കേടില്ലാതെ പോകുന്നുണ്ട് ചാനൽ. അപ്പോൾ അത്യാവശ്യം കാശ് ഉണ്ടാക്കുന്നുണ്ട്, എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ചോദ്യം പല സൈഡിൽ നിന്ന് പല വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു ചോദ്യമാണ്. അത് മാനിച്ചുകൊണ്ട് തന്നെ അതിനുള്ള ക്ലിയർ കട്ട് ആൻസർ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഷോർട്ട് ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പൊ എനിക്ക് ഫസ്റ്റ് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം, കിട്ടുന്ന ഫ്രീ കണ്ടന്റ് പരമാവധി ഉപയോഗിക്കുക. യൂട്യൂബിലും ടെലിഗ്രാമിലും വഴിയുള്ള ഫ്രീ കണ്ടന്റ് നല്ല രീതിയിൽ ഉപയോഗിച്ച് തന്നെ മാർക്ക് അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ യൂട്യൂബ് ചാനൽസിലെ വീഡിയോസ് നിങ്ങൾക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലെ ഫ്രീ ആയിട്ട് ഡെയിലി രാവിലെ തരുന്ന മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കണം. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ റാങ്ക് 2 കിട്ടിയ മുഹമ്മദ് മോഷിൻ അദ്ദേഹം കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് 8 അടിപൊളി റാങ്കാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വർഷങ്ങളായിട്ട് അദ്ദേഹം ടെലിഗ്രാം ചാനലിലെ ഈ പോൾസ് അറ്റൻഡ് ചെയ്യും. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്തിട്ടെന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞത്. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു ചിട്ടയോട് കൂടിയുള്ള പഠനം, കിട്ടാവുന്ന റിസോഴ്സുകൾ, അതും സൗജന്യമായിട്ട് കിട്ടാവുന്ന ഹൈ ക്വാളിറ്റി റിസോഴ്സുകൾ, അതാണ് ഒരു സ്മാർട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥി ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസും ടെലിഗ്രാം ചാനലിലെ ഈ കണ്ടന്റും ഒക്കെ നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഒരു എക്സ്ട്രാ പുഷ് വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞങ്ങൾ അഫോർഡബിൾ ബാച്ചിലേക്ക് വരാവുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. കഴിഞ്ഞ ഒരു 28 ദിവസത്തെ എൻ്റെ ഒരു വരുമാനം, യൂട്യൂബ് ഇൻകം, ഒരു മാസത്തെ യൂട്യൂബ് ഇൻകം എന്ന് പറയുന്നത് വെറും $93 ആണ്. ഏകദേശം ഒരു 9,000 റുപ്പീസ് വരും. 7 ലക്ഷത്തോളം വ്യൂസ് കയറിയിട്ടും, അതായത് ഏകദേശം 6.7 ലാക്ക് അല്ലെ, 28 ദിവസത്തെയാണ്. അപ്പൊ വ്യൂസ് കയറിയിട്ടും ഇത്രയും പൈസ കിട്ടുന്നുള്ളൂ? യൂട്യൂബ് ഇത്രയൊക്കെ തരുള്ളൂ? അല്ല, യൂട്യൂബ് അത്യാവശ്യം പൈസ തരുന്ന കൂട്ടത്തിലാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ഇൻകം ഇത്രയധികം കുറഞ്ഞുള്ളൂ? ഇത്രയും പണിയെടുത്തിട്ട് ഇത്രയും കുറച്ച് യൂട്യൂബ് ഇൻകം കിട്ടുന്നുള്ളൂ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെറ്റിംഗ്സിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്വർടൈസ്മെന്റ്സ്, പരസ്യമാണ് പ്രധാനപ്പെട്ട വരുമാനം. ഞാൻ പരസ്യം പരമാവധി ഒഴിവാക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ മോണിറ്റൈസ്ഡ് ആയി. പക്ഷെ മാസങ്ങളോളം നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിരുന്നില്ല. കാര്യം പരസ്യങ്ങൾ കാണിച്ച് കുട്ടികളെ ബുദ്ധിമുട്ടിക്കേണ്ട, പഠനമാണല്ലോ നമുക്ക് വേണ്ടത്. ഹൈ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ്സ് കണ്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്നുള്ളൊരു വാശിയിൽ ഞാൻ മാസങ്ങളോളം എന്ത് ചെയ്തിരുന്നില്ല, മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തിരുന്നില്ല. സ്റ്റിൽ മറ്റു ചില പരസ്യങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് പിന്നെ അത് എനേബിൾ ചെയ്തു. എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ അത്യാവശ്യം റീച്ച് കിട്ടുള്ളൂ. എനേബിൾ ചെയ്താൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ എനേബിൾ ചെയ്തു. പക്ഷേ ഇപ്പോഴും മിഡ് റോൾ അഡ്വർടൈസ്മെന്റ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പകുതിക്ക് വെച്ച് പരസ്യം വരുമല്ലോ, അത് ഞാൻ ഓൺ ആക്കിയിട്ടില്ല. വീഡിയോയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. അതും ഏറ്റവും മിനിമം ലെവലിൽ, അതായത് പരസ്യത്തിന് അലോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം സെറ്റിംഗ്സിലാണ് യൂട്യൂബ് ചാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആഡ് റവന്യൂ നമുക്ക് വളരെ കുറവാണ്. പരസ്യത്തിൽ നിന്നുള്ള വരുമാനം വളരെ കുറവാണ്. പിന്നെ എന്തിനാണ് ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും പാഷനേറ്റ് ആയിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, പാഷൻ. നമുക്ക് ടീച്ചിങ് എന്ന പാഷൻ, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുമ്പോൾ വീഡിയോയുടെ റെസ്പോൺസ്, അത് കുട്ടികളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അതാണ് ഏറ്റവും വലിയ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ജീവിക്കാൻ പണം വേണം. പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കില്ല. ഈ PC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളും എൻഡ് ഓഫ് ദി ഡേ പൈസ, സാലറിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. പണം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പറ്റൂ, ഫാമിലി ബിൽഡ് ചെയ്യാൻ പറ്റൂ, സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. എസെൻഷ്യൽ ഫാക്ട് ആണ്. അപ്പൊ പണം വേണം. പക്ഷെ പണത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിന് പാഷന് തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് പറയാനുള്ള റീസൺ ഇതാണ്. നിങ്ങൾക്ക് ലോയൽ ആയിട്ടുള്ള, ട്രസ്റ്റബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ട് പോകരുത്. പണം വൺ വേ ഓർ അതർ നമുക്ക് വരും. ഇപ്പം നമ്മൾ പല കോഴ്സസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സസിന്റെ ക്വാളിറ്റി കാരണം നമുക്ക് അഡ്വർടൈസ്മെന്റ്സ് വലുതായിട്ടില്ല. സ്റ്റിൽ മൗത്ത് പബ്ലിസിറ്റി ആണ് നമ്മുടെ കോഴ്സസിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന പൈസ കിട്ടും. പക്ഷേ ഈ പൈസയ്ക്ക് ഒരിക്കലും നമുക്ക് ചാനൽ നടത്തിക്കണമെന്ന് നോക്കില്ല. പക്ഷെ മറ്റേ സോഴ്സിൽ നമുക്ക് എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, പണം മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോയൽ ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ ആത്മാർത്ഥമുള്ള ഒരു ക്രൗഡിനെ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ പലതും സാക്രിഫൈസ് ചെയ്തിട്ട്, ഞാൻ തന്നെ എനിക്ക് കിട്ടിയ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു അടിപൊളി ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങിയത്. അപ്പൊ നമ്മൾ എടുക്കുന്ന സാക്രിഫൈസിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലെ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പല വിദ്യാർത്ഥികളും റിക്വസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ്, അതായത് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ
സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, കുറച്ചുകൂടെ എക്സ്ട്രാ പുഷ്. എൻഡ് ഓഫ് ദി ഡേ ഒരു കോമ്പറ്റീഷനാണ് അല്ലേ. യൂട്യൂബ് ചാനൽ ഞങ്ങൾ ധാരാളം വീഡിയോസ് കൊടുക്കുന്നെങ്കിലും എക്സ്ട്രാ ഒരു പുഷ് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് തരുമോ എന്ന് സ്റ്റുഡൻസ് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ ഇത് വെറും 59 രൂപ, അതായത് ഒരു ആഴ്ച നിങ്ങൾ ചായ കുടിക്കുന്ന തുകയേക്കാൾ കുറഞ്ഞൊരു തുക മാത്രമാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾ യൂട്യൂബ് ചാനലിനകത്ത് കയറിയപ്പോൾ ഈ ഒരു ജോയിൻ ബട്ടൺ കണ്ടോ? ജോയിൻ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ മെമ്പർ ആവാൻ പറ്റും. 3 ലെവലാണുള്ളത്. അപ്പൊ നമ്മുടെ ചാനലിനെ ഒന്ന് അഡീഷണലി സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് നടത്തി വെറുപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ അഡീഷണലി സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ കണ്ടന്റും വേണം എന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. 3 ലെവലാണുള്ളത്. ഫസ്റ്റ് ലെവൽ വെറും 59 രൂപയാണുള്ളത്. സെക്കൻഡ് ലെവൽ വെറും 119 രൂപ. തേർഡ് ലെവൽ 239 രൂപ. ഇതിന് എന്ത് കിട്ടുമെന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുടക്കുന്ന 1 രൂപയ്ക്ക് ഒരു 100 ഇരട്ടി റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള കണ്ടന്റ് ഇതിനകത്ത് തരും. എലിമിനേഷൻ ടെക്നിക്സിന്റെ ക്ലാസ്സുകൾ, സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് ക്ലാസ്സുകൾ, സ്മാർട്ട് സ്റ്റഡി ഹാക്സ്, ഞാൻ നേരിട്ട് നൽകുന്ന ലൈവ് ക്ലാസ്സുകൾ, സ്ട്രെസ് മാനേജ്മെന്റ് സെഷൻസ്, മെന്റർഷിപ്പ് സപ്പോർട്ട്. ലെവൽ 2 ലെവൽ 3 നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് കിട്ടും. മെന്റർഷിപ്പ് ബാച്ച്, പ്രോ മെന്റർഷിപ്പ് ബാച്ച്, അങ്ങനെയൊക്കെയാണ് ഇതിന് പേരിട്ടുള്ളത്. ധാരാളം കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് എക്സ്ട്രാ പുഷ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ മെമ്പർഷിപ്പിലേക്ക് വരാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഞാൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഏറ്റവും അഫോർഡബിൾ ആക്കുക, അല്ലെങ്കിൽ ഫ്രീ ആക്കുക. ഒന്നുകിൽ ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ അഫോർഡബിൾ ആക്കണം, എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റണം. ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മുടെ ബാച്ചിന്റെ ഫീസുകൾ ഏറ്റവും കുറച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് ഏറ്റവും കുറച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നിക്ഷേപമായിട്ട് നിങ്ങൾ കണക്കാക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഒരു നിക്ഷേപം തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെയാണ് ചാനൽ മെമ്പർഷിപ്പ്. ആ ഒരു റിട്ടേൺ ഒരു മൾട്ടിപ്പിൾ ടൈംസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു മെമ്പർഷിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ക്ലാസ്സസ് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. എലിമിനേഷൻ ടെക്നിക്സിന്റെ ആയിക്കോട്ടെ, കണ്ടന്റ് ബേസ്ഡ് ആയിക്കോട്ടെ, നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റുകൾ കട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ കോഴ്സ് വേണോ? ഞങ്ങളുടെ ധാരാളം അഫോർഡബിൾ കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 2027 സംഭവിക്കാൻ പോകുന്ന പരീക്ഷകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ലോങ് ടേം ബാച്ച്, 10th +2 ഡിഗ്രിയിലുള്ള പരീക്ഷകൾക്ക് ഈ ഒരു ഒറ്റ ബാച്ച് മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ മെമ്പർഷിപ്പ് 59 രൂപയുടെയൊക്കെ മെമ്പർഷിപ്പ് പ്രോഗ്രാംസിനകത്ത് നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണ് വേണ്ടതെന്ന് കൂടെ പറയാം. നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കോടീശ്വരന്മാരാവാം എന്നുള്ള പ്രതീക്ഷയിൽ ആരും എഡ്യൂക്കേഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കോടീശ്വരന്മാരാവുന്ന ആൾക്കാരുണ്ട്. ഇനിയും അത് ഓരോരുത്തരുടെ ഓരോ പോളിസിയാണ്. അത് ശരി, ഇത് തെറ്റ്, അങ്ങനൊന്നും നമുക്ക് പറയാൻ ഒക്കില്ല. പക്ഷേ PSC പോലൊരു പരീക്ഷ, അത് ഏറ്റവും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എക്കണോമിക്കലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതുള്ള പരീക്ഷകൾ തയ്യാറെടുക്കുക. അപ്പം അതുപോലെ കൂടുതൽ ചാനൽസ് വരണം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഇതിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ കോഴ്സിൽ കൂടുതൽ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു മേഖലയിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ അയ്യോ വെറുതെ ആയിപ്പോയല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന വിഷമിക്കേണ്ടി വരില്ല. പ്രൊവൈഡഡ് മോണിറ്ററി ബെനിഫിറ്റ്, സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. പക്ഷെ ഹാപ്പിനെസ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ്, അല്ലെങ്കിൽ കുട്ടികളുടെ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.